ഹായ് ഫ്രണ്ട്സ്, കണ്ടോ ഞങ്ങൾക്ക് മാവേലിക്കര തിരുവല്ല റൂട്ടിൽ കുറേ സ്ഥലമുണ്ട്. ഒരു 1.5 ഏക്കറുണ്ട്. അതിൻ്റെ കൃഷിയിടങ്ങളിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഈ കൃഷിയൊക്കെ കണ്ടോ, എല്ലാം ഒത്തിരി ഉണ്ട്, ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. ഞങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ട്. കണ്ടോ, തേങ്ങ, വാഴ, ചേമ്പ്, ചേന, എല്ലാ സാധനങ്ങളും ഉണ്ട്. തേങ്ങയൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ആട്ടിക്കാനും വെളിച്ചെണ്ണ വിൽക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിത് കൃഷി ഇവിടെ ക്ലീനാക്കണം. അത് ക്ലീനാക്കിയിട്ട് ഇനിയിപ്പോൾ വേനൽ മഴ പെയ്തോടുകൂടി ഞങ്ങൾ കപ്പ, ചേന, ചേമ്പ്, പിന്നെ വെജിറ്റബിൾ, ജൈവ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യും. നിറയെ കൃഷി ചെയ്യും. ഇനി 6 മാസം കഴിയുമ്പോൾ ഇവിടെ നിറച്ച് കൃഷികൾ അപ്പോൾ ഞാൻ വീഡിയോ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. നിറച്ചുണ്ടാവും കൃഷികൾ. ഒത്തിരി കൃഷികൾ ഇവിടെ ചെയ്യാറുണ്ട് എല്ലാ വർഷവും. ഇപ്പം വിളവെടുപ്പ് കഴിഞ്ഞ് അത് ക്ലീനാക്കുക, ട്രാക്ടർ കൊണ്ട് ഉഴുത് മറിക്കുക. അപ്പോൾ മേൽമണ്ണ് മാറ്റിപ്പോൾ വളം കൂടുതലുണ്ടാവും അടിമണ്ണിൽ. പിന്നെ നമ്മൾ വളങ്ങൾ ചാരം, ചാണകം എല്ലാം ഇട്ട് നമ്മൾ കുറച്ച് രാസവളം അധികം ഇടാറില്ല. ഞങ്ങൾ നാച്ചുറൽ പച്ചക്കറികളാണ് ഉണ്ടാക്കുന്നത്. കപ്പയാണെങ്കിലും വളമൊന്നും രാസവളം അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. എല്ലാം ഒറിജിനലായ സാധനങ്ങളാണ്, പച്ചക്കറികളാണ്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതും കിട്ടും, വിൽക്കാനൊക്കെ ഉണ്ടാവും. പണിക്കാരുണ്ട്, 5-8 പണിക്കാരുണ്ട് അവിടെ ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ അന്ന് നോക്കും. പിന്നെ ചക്ക, മാങ്ങ ഒക്കെ നേരത്തെ പിടിച്ച് വരുന്നേ ആവശ്യമുണ്ടല്ലോ. ആദ്യമേ മേലിലെ പുല്ലൊക്കെ കളഞ്ഞിട്ട് ഇപ്പം മണ്ണ് മറിച്ചിടുകയാണ്. അപ്പോൾ കൃഷിക്ക് എല്ലാം നിറച്ച് അടിവളം ഉണ്ടാവും. നമുക്ക് ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ മധുരക്കിഴങ്ങ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം കൂടുതലുണ്ടാവും. നമ്മൾ അടിയിലുണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചാൽ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഫാറ്റി ലിവർ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല. പിന്നെ മിതമായിട്ട് വണ്ണം വയ്ക്കില്ല. ചോറെല്ലാവരും കുറയ്ക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ പഴയ കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ അതൊക്കെ കഴിച്ചത് കൊണ്ടാണ് അവർക്ക് അസുഖമില്ലായിരുന്നു. ഇപ്പം 100 പേരെടുത്താൽ 80 പേർക്കും അസുഖമാണ്. ഹോസ്പിറ്റലൊക്കെ എന്തുകൊണ്ടാണ്? ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട. അവർക്കൊക്കെ ജങ്ക് ഫുഡ് മതി. അത് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ അസുഖങ്ങളൊക്കെ കൂടിയിരിക്കുന്നത്. ബൈ ഓക്കെ.